ടി.വി.പുരം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സമരത്തിനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും CPM പ്രവർത്തകരുടെയും ഗുണ്ടായിസമെന്ന് പരാതി. KPCCയുടെ ആഹ്വാനപ്രകാരം പഞ്ചായത്തുകൾക്ക് കിട്ടേണ്ട പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെയും അംഗനവാടി ടീച്ചർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടിയും ടി.വി.പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി.വി.പുരം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ധർണാ സമരവുമായി ചെന്ന പ്രവർത്തകർക്ക് നേരെയാണ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുൻ വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ജനപ്രതിനിധികളും ഏതാനും CPM പ്രവർത്തകരും കൂട്ടമായി ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന അഴിമതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമര പരിപാടികളിലൂടെ പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിയതാണ് അക്രമം ഉണ്ടാക്കുവാൻ ഇടതുപക്ഷ ജനപ്രതിനിധികളെ പ്രേരിപ്പിച്ച കാരണം. പിന്നീട് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം DCC ട്രഷറർ ജയ് ജോൺ പേരയിൽ ഉദ്ഘാടനം ചെയ്തു. അനുഭവം നമ്മുടെ കുടുംബത്തിലുണ്ടാകുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന അറിയുന്നത്. അതിൽ പക്ഷമുണ്ടോ, ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP എന്നുണ്ടോ? നമ്മുടെ കുഞ്ഞു മക്കൾ അമ്മയെ തിരിച്ചറിയാൻ മേലാത്ത കാലഘട്ടത്തിലേക്ക് പോകുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം അപ്പനെയും അമ്മയെയും ഭാരതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു സൽപ്പേര് തന്നെ അതാ. മാതാപിതാ ബഹുമാനമാണ് നമ്മുടെ ഭാരതത്തെ മറ്റ് രാഷ്ട്രങ്ങളെക്കാൾ മാറ്റി നിർത്തുന്ന ഒരു സൽപ്പേര്, ബഹുമാനം. ആ ബഹുമാനം നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് പോകരുത്. നിയമങ്ങൾ ഉണ്ടാകണം, ശക്തമായ നിയമങ്ങൾ ഉണ്ടാകണം. ആര് തെറ്റ് ചെയ്താലും, ഇവിടെ ഞാൻ തെറ്റ് ചെയ്താലും നിങ്ങൾ തെറ്റ് ചെയ്താലും ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനെതിരായിട്ട് നിയമപരമായി നടപടിയെടുക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. പാർലമെന്ററി പാർട്ടി ലീഡർ T. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട് ഓഫീസ് വഴി ഒരു കത്ത് അല്ലെങ്കിൽ ഒരു പരാതി സെക്രട്ടറിക്കും AEക്കും സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ പരാതി നിലനിൽക്കെ ആ പരാതിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഫെബ്രുവരി മാസം ആ ബില്ല് ഏകകണ്ഠമായി മാറുന്ന ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പഞ്ചായത്ത് മെഡിക്കൽ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വികസന സെമിനാർ നടക്കുന്ന വേദിയിൽ ഒരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. സമരം നടത്തുന്ന പാർട്ടിക്കാർക്ക് നമ്മളിപ്പോ സമരം നടത്തുമ്പോൾ നമ്മളോട് പുച്ഛമാണ്. എന്തൊരവസ്ഥയാണ് ഇത്? ഇവര് എന്തിനും സമരം നടത്തുന്ന ഒരു പാർട്ടിക്കാരാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ. അവിടെ നമ്മൾ ന്യായമായ മാർഗം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ന്യായമായ ഒരു ആവശ്യം പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സമരമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവജ്ഞയോടെ കാണുന്നു, അതിനെ തള്ളിക്കളയുന്നു, അതിനെ പാടെ അവഗണിക്കുന്നു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഇടവട്ടം ജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. പൊതുജനത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചതിന്റെ പേരിൽ ഇന്ന് ക്രൂശിക്കപ്പെടുന്ന ഒരു പഞ്ചായത്ത് മെമ്പറായി T. അനിൽകുമാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പോ ഇവിടെ നടന്നത്. ടി.വി.പുരം ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഒരു സമര പരിപാടികളുമായിട്ട് എത്തിയ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ഗുണ്ടായിസം കാണിച്ച്, സാധാരണ നമുക്കറിയാം ഒരു സമര പരിപാടികൾ ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇവിടെ ഈ സമര പരിപാടിയായിട്ട് വന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരെ കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാര്, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് അവർക്ക് ഞങ്ങൾ സമരം ചെയ്യാൻ ചെയ്യുന്ന ഞങ്ങൾക്കെതിരെ ഗുണ്ടായിസം കാണിച്ച് ഞങ്ങൾ അതിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തിറക്കാമെന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് പോയത്. അഡ്വക്കേറ്റ് S. സാനു, ശ്രീരാജ് ഇറമ്പേപ്പള്ളിൽ, വർഗീസ് പുത്തഞ്ചിറ, സ്കറിയ ആന്റണി, ബിജു കൂട്ടുങ്കൽ, രമണൻ പയറുകാട്ട്, സന്തോഷ് അഞ്ഞലിക്കൽ, PP സുനേഷ്, റോയ് തൈക്കൂട്ടത്തിൽ, ശിവപ്രസാദ് മണ്ണാട്ട്, ജഗദീശൻ കോട്ടച്ചിറ തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. വിഷൻ ന്യൂസ്, വൈക്കം.